കർത്താവിന്റെ പരിശുദ്ധ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ച് ഈ ദൈവവചന പഠനം തുടരുവാൻ കർത്താവ് നൽകുന്ന അവസരങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, കർത്താവിനെ സ്തുതിക്കുന്നു. ക്രമമായിട്ട് ഈ പഠനം കേൾക്കുന്ന എല്ലാ ദൈവമക്കളോടുള്ള നന്ദിയെ പ്രത്യേകം അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മൾ ചില മാസങ്ങളായി തെസ്സലോനിക്ക ലേഖനമാണ് ഈ വർഷത്തിന്റെ ആരംഭം മുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വരെ വളരെ വിശദമായിട്ട് ദൈവം നൽകിയ കൃപയ്ക്കൊത്തവണ്ണം അതിലെ ഓരോ പദങ്ങളുടെ അർത്ഥം, വാക്യങ്ങളുടെ എക്സ്പോസിഷനൊക്കെ നോക്കാൻ ദൈവത്തിന് നമ്മളോട് കരുണയുണ്ടായി. ഇന്ന് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത് 9-ാമത്തെ വാക്യം മുതൽ 12-ാമത്തെ വാക്യം വരെയാണ്. അത് അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു പാസേജ് അല്ല, പക്ഷെ എനിക്ക് 13-ാമത്തെ വാക്യം മുതൽ വളരെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു പാസേജ് ആയതുകൊണ്ട് ഞാൻ ഇന്ന് 13-ാമത്തെ വാക്യത്തിലേക്ക് കടക്കാതെ നമ്മുടെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട, ഞാൻ എക്സ്പ്ലെയിൻ അധികം ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അതിന് പ്രാധാന്യത ഇല്ലെന്നല്ല, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്, എല്ലാ തിരുവെഴുത്തിനും പ്രാധാന്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ വായിക്കുന്ന ഈ വേദഭാഗം അധികം എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ എന്താണ് പരിശുദ്ധാത്മാവ് തൻ്റെ ദാസനിലൂടെ എഴുതി നമുക്ക് നൽകിയിരിക്കുന്നത് എന്ന് ഈ വേദഭാഗം വായിക്കുമ്പോൾ തന്നെ വെരി ക്ലിയർ ആണ്. ഞാൻ അതുകൊണ്ട് അതിൻ്റെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിച്ചതിന് ശേഷം വളരെ ലളിതമായൊരു വിശദീകരണം നൽകാമെന്ന് വിചാരിക്കുന്നു. 9-ാമത്തെ വാക്യം വായിക്കുന്നു, ശ്രദ്ധയോടെ കേൾക്കണം. 1 തെസ്സലോനിയൻസ് 4-ാമത്തെ അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. സഹോദര പ്രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ല, അന്യോന്യം സ്നേഹിക്കുവാൻ നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചതല്ലാതെ മക്കെദോന്യയിൽ എങ്ങുമുള്ള സഹോദരന്മാരോടൊക്കെയും അങ്ങനെ ആചരിച്ചും പോരുന്നുവല്ലോ. എന്നാൽ സഹോദരന്മാരെ, അതിൽ നിങ്ങൾ അധികമായി വർദ്ധിച്ച് വരണം എന്നും പുറത്തുള്ളവരോട് മര്യാദയായി നടക്കുവാനും ഒന്നിനും മുട്ടില്ലാതിരിക്കുവാനും വേണ്ടി ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ചതുപോലെ അടങ്ങിപ്പാർക്കുവാനും സ്വന്തം കാര്യം നോക്കുവാനും സ്വന്തം കൈകൊണ്ട് വേല ചെയ്യുവാനും അഭിമാനം തോന്നണം എന്നും നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. വാസ്തവത്തിൽ വളരെ പ്രാക്ടിക്കലായ ചില കാര്യങ്ങളാണ് 4-ാം അധ്യായം മുതൽ അപ്പോസ്തലൻ പറയുന്നത്. പ്രത്യേകിച്ച് അതിൻ്റെ ആദ്യത്തെ 12 വാക്യങ്ങൾ ഒരു ദൈവവൈതൽ ഹോളിയായിട്ട് നടക്കണം, വിശുദ്ധരായിട്ട് നടക്കണം, സ്നേഹത്തിൽ നടക്കണം, അതുപോലെ വളരെ നമ്മൾ വിശ്വസ്തയോടെ സാക്ഷ്യമുള്ള ജീവിതം ഈ ഭൂമിയിൽ നയിക്കണം. ഇങ്ങനെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് 4-ന്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ. 13 മുതൽ നമ്മുടെ പ്രത്യാശയിൽ നമ്മൾ നടക്കണം എന്ന് വളരെ വിശാലമായ നമ്മുടെ ക്രിസ്തീയ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്പെക്റ്റേഷനായ നമ്മുടെ നാഥന്റെ വരവിനെ പറ്റിയാണ് 4-ന്റെ 13 മുതൽ താഴോട്ട് പരിശുദ്ധാത്മാവ് തൻ്റെ ദാസനിലൂടെ എഴുതി നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒടുവിൽ ചിന്തിച്ച കാര്യം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ തക്കവണ്ണം എങ്ങനെ നടക്കണം, അത് വിശുദ്ധിയിലായിരിക്കണം, താൻ്റെ പാത്രത്തെ നേടണം, സഹോദരനെ ചതിക്കരുത്, ഒരു ന്യായാസനം മുന്നിലുണ്ട്, ഈ ലോകത്തിലെ ആളുകൾ നടക്കുന്ന പോലെ നടക്കാനായിട്ട് നമുക്ക് അനുവാദമില്ല. ഈ കാര്യങ്ങളെ വളരെ വിശാലമായിട്ട് ചിന്തിക്കാൻ ദൈവത്തിന് നമ്മളോട് പ്രസാദം തോന്നി. നോക്കൂ, അതിൻ്റെ ആദ്യത്തെ 8 വാക്യങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ തക്കവണ്ണം എങ്ങനെ വിശുദ്ധ ജീവിതം നയിക്കണം എന്നതിനെ പറ്റിയാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ട് 9, 10 വാക്യങ്ങളിൽ അന്യോന്യം സ്നേഹത്തിൽ ജീവിക്കണം, സ്നേഹത്തിൽ നടക്കണം എന്ന് പരിശുദ്ധാത്മാവ് എഴുതി നമുക്ക് നൽകിയിരിക്കുകയാണ്. 11, 12 വാക്യത്തിൽ വളരെ സാവധാനതയോടെ, മര്യാദയോടെ, ഓണസ്റ്റായിട്ട്, വിശ്വസ്തയോടെ, നല്ല സാക്ഷ്യമുള്ള ജീവിതമായി ഈ ഭൂമിയിൽ ജീവിക്കണമെന്നാണ് ആ 11, 12 വാക്യത്തിനകത്ത് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന ആ അപ്പോസ്റ്റോലിക് കമാൻഡ് അല്ലെങ്കിൽ ദൈവവചനത്തിൻ്റെ ആജ്ഞ എന്ന് നമ്മൾ മറന്നു പോകരുത്. ഇവിടുത്തെ ആ
പ്രയോഗങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും കാണിച്ചു തന്നിരുന്നു. 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. 2-ാമത്തെ വാക്യം നിങ്ങൾ അറിയുന്നുവല്ലോ. 6-ാമത്തെ വാക്യം ഞങ്ങൾ നിങ്ങളോട് മുമ്പേ പറഞ്ഞതുപോലെ. 12-ാമത്തെ വാക്യം നിങ്ങളോട് ആജ്ഞാപിച്ചതുപോലെ. നിങ്ങൾ ആ പദങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകേണ്ടത് ചുരുങ്ങിയ ആഴ്ചകളോ ചില മാസങ്ങളോ മാത്രം അപ്പോസ്തോലനും തൻ്റെ കൊള്ളീഗ്സും ആ സഭയിൽ ഉണ്ടായിരുന്ന ആ ചെറിയ കാലഘട്ടത്തിൽ തന്നെ ദൈവവചനത്തിൻ്റെ നിർമ്മലമായ ഉപദേശവും ആ ഉപദേശം വളരെ പ്രായോഗിക തലത്തിൽ എങ്ങനെയാണ് ദൈവസഭ കൊണ്ടുവന്ന് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് എന്നതിനെ പറ്റിയും വളരെ വ്യക്തതയോടെ പറഞ്ഞു കൊടുത്തിരുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ പല പ്രസംഗകരും മായം കലർത്തുന്നത് കൊണ്ട് ജനത്തിന് ട്രൂ ഗോസ്പല് കിട്ടുന്നില്ല. ട്രൂ ഗോസ്പല് കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, അത് അവർ വീണ്ടും ജനനത്തിലേക്ക് വരാനായിട്ട് അതുകൊണ്ട് അവർക്ക് ഒരിക്കലും സാധ്യമല്ല. ഇനിയും രക്ഷയിലേക്ക് വന്ന ആളുകളോടാണെങ്കിലും യഥാർത്ഥമായ പ്രായോഗിക വശത്തെ പറ്റി എങ്ങനെയാണ് ഒരുവൻ ക്രിസ്ത്യാനിയായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് എന്നതിനെ പറ്റി വ്യക്തതയോടെ ഗ്രഹിപ്പിച്ചു കൊടുക്കാനോ ആജ്ഞാപിച്ചു കൊടുക്കാനോ ദൈവവചനത്തിന്റെ ആലോചന അറിയിക്കാനോ ഇന്ന് ആളുകൾ ഇല്ലാതെ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായൊരു കാര്യമാണ്. ഇവിടെ ശുശ്രൂഷകന്മാരായ നമ്മളെല്ലാവരും വളരെ വ്യക്തതയോടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഈ അപ്പോസ്തോലനും കൂട്ടരും ചുരുക്കം ചില മാസങ്ങൾ മാത്രമേ ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന തെസലോനിക്ക സഭയിൽ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ദൈവം അവർക്ക് കൊടുത്ത കാലയളവിനുള്ളിൽ ദൈവത്തിന്റെ വചനം ഒട്ടും മറച്ചു വെക്കാതെ അവരോട് അറിയിച്ചു. ഇത് ഞാൻ ഇപ്പോൾ പറഞ്ഞ ആ പ്രയോഗം അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ 2 വാക്യങ്ങളിൽ ആവർത്തിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ എന്ന് പറഞ്ഞാൽ എല്ലാ സത്യങ്ങളും എല്ലാവരോടും ദൈവവചന ഘോഷണം നിവർത്തിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കൊലോസ്യ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? ടു പ്രീച്ച് ഓൾ ദ ട്രൂത്ത് ടു ഓൾ ദ പീപ്പിൾ. ഹാഫ് ട്രൂത്ത് പറയാനായിട്ട് പാടില്ല. ജനത്തെ കംഫർട്ടബിൾ ആക്കി വഞ്ചിക്കാനായിട്ട് പാടില്ല. കണ്ടോ, ആജ്ഞാപിച്ച് ആ ചെറിയ കാലഘട്ടത്തിനുള്ളിൽ അവരെ പഠിപ്പിച്ച അതേ മാതൃക വേണം നമ്മളും പിൻപറ്റുവാൻ. നോക്കൂ പ്രിയപ്പെട്ടവരെ, ഇവിടെ വാസ്തവത്തില് 9-ാമത്തെ വാക്യം മുതൽ 12-ാമത്തെ വാക്യം വരെ 1 മുതലുണ്ട്, 4-1 മുതലുണ്ട്. ഇവിടാണ് ക്രിസ്ത്യാനിറ്റി റിയൽ ആകുന്നത്. ദിസ് ഈസ് വെയർ ഫെയ്ത്ത് ഗെറ്റ് റിയൽ. നമ്മുടെ വിശ്വാസം യാഥാർത്ഥ്യമാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുകയാണ്. ഇവിടാണ് ദിസ് ഈസ് വെയർ ദ റബ്ബർ മീറ്റ്സ് ദ റോഡ് എന്ന് പറഞ്ഞാൽ പ്രായോഗിക ജീവിതത്തെ പറ്റിയാണ് ഈ വാക്യം പറയുന്നത്. ഇത് വാസ്തവത്തിൽ ഇവിടെ ഒരു ഷൂലെതർ ക്രിസ്ത്യാനിറ്റി എന്ന് പറയാം. കാരണം ഡെയിലി വോക്കിംഗ് ലൈഫ്, അതാണ് ഈ വേദഭാഗത്തിനകത്ത് അപ്പോസ്തലൻ പറഞ്ഞേക്കുന്നത്. വലിയ ഐവറി ടവറിൽ നിന്ന് താഴെ ഇറങ്ങി മാർക്കറ്റിലേക്കും വീട്ടിലേക്കും ഓഫീസിലേക്കും ഒക്കെ ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് വളരെ വ്യക്തമായി ഏതൊരുവനും വായിച്ചാൽ മനസ്സിലാകാവുന്ന ലാംഗ്വേജിൽ അപ്പോസ്തലൻ എഴുതി നമുക്ക് നൽകിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എത്ര സീരിയസ് ആയി അനുദിന ജീവിതത്തെ നമ്മൾ കാണണം എന്ന് പരിശുദ്ധാത്മാവ് ഈ വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്നു. നമുക്ക് അല്പാൽപ്പം ഒന്ന് ചിന്തിച്ച് ആ കാര്യങ്ങളെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാം. ഞാൻ 9-ഉം 10-ഉം വാക്യങ്ങൾ നമ്മുടെ സബ് ഹെഡിങ് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. സ്നേഹത്തിൽ നടക്കുക, വോക്ക് ഇൻ ലവ്, സ്നേഹത്തിൽ നടക്കുക. ആ വാക്യങ്ങളിലേക്ക് വളരെ ശ്രദ്ധയോടെ ഒന്ന് നോക്കിക്കേ. എങ്ങനെ പരിശുദ്ധാത്മാവ് എഴുതിയേക്കുന്നത്? ആ തെസലോനിക്ക സഭയോട് പറയുകയാണ്, ജാതികളുടെ മ്ലേച്ഛതയിൽ നിന്ന് കർത്താവിങ്കിലേക്ക് വന്ന് വളരെ ചുരുങ്ങിയ കാലം മാത്രമേ ആയിട്ടുള്ളൂ. അങ്ങനെ ഒരു സഭ തെസലോനിക്ക പട്ടണത്തിൽ ഉണ്ടായി വളരാനായിട്ട് തുടങ്ങിയത്. ചരിത്രം മറന്നു പോകരുത് എന്ന കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. സഹോദരപ്രീതിയെക്കുറിച്ച് ആ സഭയോട് എഴുതി അറിയിക്കേണ്ട ആവശ്യമില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അപ്പോസ്തലന് ബോധ്യമാവുകയാണ്. കാര്യം എന്നറിയാമോ? അന്യോന്യം സ്നേഹിക്കുവാൻ നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചതല്ലാതെ എന്ന് പറഞ്ഞാൽ ദൈവം എങ്ങനെയാണ് അന്യോന്യം സ്നേഹിക്കേണ്ടതെന്ന് അവർക്ക് കൃത്യമായി ഉപദേശം പറഞ്ഞു കൊടുത്തു.
അത് അവർക്ക് ആ ഉപദേശം മനസ്സിലായി എന്ന് മാത്രമല്ല, മാസിഡോണിയയിലുള്ള, ഫിലിപ്പിയിലുള്ള, ബെരോവയിലുള്ള, തെസലോനിക്കയുടെ മറ്റ് പരിസരങ്ങളിലുള്ള ആളുകൾക്ക് അത് ബോധ്യമാകും വണ്ണം ഈ ലോക്കൽ സഭ മറ്റ് സഹോദരങ്ങളെ, ക്രിസ്തുവിൻ കൂട്ടവകാശികളായ ദൈവമക്കളെ സ്നേഹിച്ചു അതിൽ വർദ്ധിച്ചു വരാനായിട്ടുള്ള പ്രബോധനമാണ് ഈ വേദഭാഗത്തിൽ അപ്പോസ്തലൻ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഒരു കോണ്ടെക്സ്റ്റ് കൂടെ ഉണ്ട് വാസ്തവത്തിൽ. ഈ തെസലോനിക്ക സഭ വളരെ പ്രതീക്ഷയോടെ എല്ലാ കാലഘട്ടത്തിലും എല്ലാ ക്രൈസ്തവ സഭകളും ജെനുവിനായിട്ട് കർത്താവിനെ സെർവ് ചെയ്യുന്ന എല്ലാ ക്രൈസ്തവ സഭകളും അവരുടെ രക്ഷകന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. കഴിഞ്ഞ 2000 വർഷമായിട്ട് ആ രക്ഷകന്റെ വരവിന് വേണ്ടി ദൈവസഭ കാത്തിരിക്കുകയാണ്. നമ്മളെല്ലാവരും ആ വളരെ പ്രതീക്ഷയോടെ നമ്മുടെ നാഥൻ വരുമെന്നുള്ള ഉറപ്പോടെ ആ കർത്താവ് പറഞ്ഞ വാഗ്ദത്തത്തെ നോക്കി കാത്തുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോസ്തലനായ പൗലോസിനെ പറ്റി മാത്രം ചിന്തിച്ചാൽ അദ്ദേഹം ഏത് സമയവും കർത്താവ് വരുമെന്ന് പ്രതീക്ഷിച്ച് ജീവിച്ച ഒരാളാണ്. മരണത്തെ പറ്റി പറയുമ്പോൾ അദ്ദേഹം മരിക്കാനും തയ്യാറായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കാര്യം അപ്പോസ്തലനെ സംബന്ധിച്ചിടത്തോളം സത്യമാണ്. അതായത് ഇപ്പൊ കർത്താവ് വിളിച്ചാൽ പോകാനും തയ്യാറാണ്, അല്ല കർത്താവിന്റെ വരവാണ് ഇപ്പൊ സംഭവിക്കുന്നതെങ്കിൽ അതിന് ഒരുങ്ങിയാണ് ജീവിക്കുന്നത്. അത് നമുക്ക് നല്ലൊരു മാതൃകയാണ്. ഇപ്പോൾ ഞാൻ അടുത്ത പാസേജുകളിലേക്ക് വരുമ്പോൾ, അടുത്ത ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ അതിന് വിശദീകരണം നൽകാം എന്ന് ഞാൻ കർത്താവിൽ ആശ്രയിച്ച് നിങ്ങളോടങ്ങ് പറയുന്നു. നോക്കൂ, ഇവിടെ ഈ തെസലോനിക്ക സഭയ്ക്ക് സംഭവിച്ച ഒരു അപജയം ഈ ഒരു വാക്യത്തിന്റെ പശ്ചാത്തലത്തിലുണ്ട്. 2-ാം ലേഖനം അതിന്റെ ഒരു പർട്ടിക്കുലർ റീസൺ കൊണ്ട് തന്നെയാണ് എഴുതുന്നത്. അതായത് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരുന്നപ്പോൾ അവര് ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളെ മറന്നുപോയി എന്നൊരു സങ്കടം അപ്പോസ്തലൻ ഈ ലേഖനങ്ങളിൽ അവരെ പ്രബോധിപ്പിക്കുന്നുണ്ട്. അത് ഈ നമുക്ക് എഴുതി സാർവത്രിക സഭയ്ക്ക് എഴുതി നൽകാനുള്ള കാരണം എന്താണെന്നറിയാമോ? അങ്ങനൊരു അപകടം നമുക്കും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതൊരിക്കലും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ സഭയ്ക്ക് അങ്ങനെ ഒരു പരാജയം ഉണ്ടായി. അവര് വളരെ വിശുദ്ധന്മാരായിരുന്നു, പക്ഷേ കർത്താവിന്റെ വരവിന് വേണ്ടി അവർ കാത്തിരുന്നപ്പോൾ അവരുടെ ഡെയിലി ഉത്തരവാദിത്തം സമൂഹത്തിൽ എങ്ങനെ ആയിരിക്കണം, മറ്റ് പ്രായോഗിക തലത്തിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന കാര്യത്തെപ്പറ്റി അവർ ലീസ്റ്റ് ബോധേഡായി. അത് വലിയ അപകടമാണെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. അതുകൊണ്ട് ഈ വേദഭാഗം വായിക്കുമ്പോൾ ഈ സഭ മാത്രമല്ല, കൊരിന്ത്യ സഭ 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിനകത്ത് അവര് ദൈവത്തിന്റെ വെളിപ്പാടിനായിട്ട് കാത്തിരുന്നു എന്നാണ്, കർത്താവിന്റെ വെളിപ്പാടിനായിട്ട് കാത്തിരുന്നു എന്നാണ് വായിക്കുന്നത്. യാക്കോബ് തന്റെ ലേഖനം എഴുതുമ്പോൾ 5-ാം അധ്യായത്തിൽ 7-8 വാക്യത്തിനകത്ത് താൻ ആർക്കാണ് എഴുതുന്നത് ആ സഭയും അങ്ങനെ കാത്തിരുന്നു എന്നാണ് വായിക്കുന്നത്. അങ്ങനെ പീറ്ററിന്റെ എപ്പിസലിലാണെങ്കിലും പോൾ എഴുതിയ സഭകൾക്കാണെങ്കിലും കർത്താവിന്റെ വരവിന് വേണ്ടി വളരെ ഈഗറായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന എല്ലാ ലോക്കൽ സഭകളെയും നമുക്ക് കാണാം. പക്ഷേ അവരങ്ങനെ വെയിറ്റ് ചെയ്തപ്പോൾ അവർ ഉത്തരവാദിത്തം മറന്നുപോയില്ല. അത് മറന്നു പോകാതിരിക്കാൻ അവർക്ക് പ്രത്യേകം പ്രബോധന വാക്യങ്ങൾ, വാണിംഗ് അപ്പോസ്തലൻ ആത്മാവിനാൽ നൽകിയിരുന്നു. എന്നാൽ തെസലോനിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു പരാജയം സംഭവിച്ചു എന്ന കാര്യം 2-ാം ലേഖനം വായിക്കുമ്പോൾ വെരി ക്ലിയർ ആണ്. അതുകൂടെയും ഈ കോണ്ടസ്റ്റിനകത്തുണ്ട്. തിമോത്തി റിപ്പോർട്ടുമായിട്ട് വന്നപ്പോൾ നിശ്ചയമായിട്ടും ഈ കാര്യം പറഞ്ഞതുകൊണ്ടാണ് വളരെ കൃത്യമായി അവരുടെ ഇടയിലുള്ള വളരെ പ്രാക്ടിക്കലായ അവർ ഇനിയും വർദ്ധിച്ചു വരേണ്ട ചില കാര്യങ്ങളെ അപ്പോസ്തലൻ എടുത്തു പറയാനായിട്ടുള്ള കാര്യം. ഇത് നമുക്ക് എഴുതി നൽകിയേക്കുന്നത് ഈ അബദ്ധം, ഈ അപകടം നമ്മളിൽ വരരുത് എന്ന് പറയാൻ വേണ്ടിയാണ്. നോക്കൂ, ഇത് ഇവിടെ മാത്രം തുടങ്ങിയതല്ല. ക്രിസ്ത്യാനിറ്റിയുടെ ആ 2000 വർഷത്തെ ജൈത്രയാത്രയിൽ പല ആളുകളും കർത്താവിന്റെ വരവിനെ പറ്റി സമയവും അതിന്റെ തീയതിയും ഒക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ഗ്രൂപ്പ് ആളുകളെ തങ്ങളുടെ കൂടെ ചേർത്ത് ഈ ഭൂമിയിൽ നിന്ന് വേർപെട്ട് ഈ ലോകത്തോട് യാതൊരു ബന്ധവുമില്ലാതെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാതെ അവരെ സെറ്റപ്പാട്ട് ചെയ്ത് ഒരു പ്രത്യേക കൾട്ടിക് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കുകയും പിന്നീട് അതൊക്കെ നാശത്തിലേക്കും വളരെ അപമാനകരമായ വാർത്തയിലേക്കും ഒക്കെ പോയ പല ചരിത്രങ്ങൾ 2000 വർഷത്തിനകത്തുണ്ട്. ഇത് ഈ റീസെന്റ് കഴിഞ്ഞ 1-2 നൂറ്റാണ്ടിൽ മാത്രം നടന്നതല്ല. 3-ാം നൂറ്റാണ്ടിൽ തന്നെ ഹിപ്പോലൈറ്റസ് എന്നൊരു ബിഷപ്പ് റോമിലുണ്ടായിരുന്ന ഒരു ബിഷപ്പാണ്. ഈ ബിഷപ്പ് എന്നൊക്കെ പറയുമ്പോഴേ അന്ന് ശുശ്രൂഷകന്മാരെ ബിഷപ്പ് എന്നും പ്രസ്പിറ്റർ എന്നും എൽഡർ എന്നും ഒക്കെയാണ് വിളിച്ചത്. അത് പാസ്റ്റർ എന്നോ ബിഷപ്പ് എന്നോ എൽഡർ എന്നോ അങ്ങനെ ആ പദങ്ങളൊക്കെ സിനോണിമായിട്ട്, പര്യായമായിട്ട് ഉപയോഗിക്കാവുന്ന പദങ്ങളാണ്. ഒരാളുടെ മെച്യൂരിറ്റിയെ കാണിക്കുന്ന പദങ്ങളും ശുശ്രൂഷയെ കാണിക്കുന്ന പദങ്ങളും ആത്മീയ അധികാരത്തെ കാണിക്കുന്ന പദങ്ങളും ഒക്കെയാണ് അത്.
ഇപ്പോൾ ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. പല ക്ലാസ്സിൽ ഇതിന് മുമ്പുള്ള ക്ലാസ്സുകളിലൊക്കെ മറ്റ് സബ്ജക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആ വിഷയമൊക്കെ വിശദമായിട്ട് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. നോക്കൂ, അതുകൊണ്ട് അന്ന് ബിഷപ്പായിരുന്ന ഹിപ്പോലൈറ്റസ് എന്ന ഒരു ഭക്തനായ മനുഷ്യൻ ദാനിയേലിന്റെ പ്രവചനത്തിന്റെ ഒരു കമന്ററി എഴുതുന്നുണ്ട്. ആ കമന്ററിക്കകത്ത് പൊന്റിയസ് എന്ന് പേരുള്ള മറ്റൊരു സഭാപിതാവിനെ പറ്റി അദ്ദേഹം അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ പൊന്റിയസ് അന്ന് ക്രിസ്ത്യാനിറ്റിക്ക് വേണ്ടി ആരംഭകാലങ്ങളിൽ നിൽക്കുകയും പിന്നീട് തൻ്റെ ഉപദേശ വിഷയത്തിനകത്ത് തെറ്റി കർത്താവിൻ്റെ വരവിന് സമയവും തീയതിയൊക്കെ പ്രഖ്യാപിച്ച് ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു ഗ്രൂപ്പിനെയായിട്ട് കാത്തിരിക്കുകയൊക്കെ ചെയ്തത് 3-ാം നൂറ്റാണ്ടിൽ തന്നെയുണ്ട്. ആ ഡേറ്റിലും സമയത്തും ഒന്നും നമ്മുടെ നാഥൻ വന്നില്ല. ആ കാര്യവും നമുക്കെല്ലാവർക്കും കഴിഞ്ഞ 2000 വർഷമായിട്ട് അറിയാം. അതുകൊണ്ട് ഏത് സമയവും നമ്മുടെ നാഥൻ വരാം. അതുകൊണ്ട് ഒരുങ്ങി കാത്തിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ കർത്താവ് പറഞ്ഞ ഒരു ഉപമ ലൂക്കോസിന് സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 11 മുതൽ താഴോട്ട് 10 റാത്തലിന്റെ ഒരു ഉപമയാണ്. അതിനകത്ത് 12ഉം 13ഉം വാക്യം മാത്രം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. 12, 13. ലൂക്ക് 19, 12 and 13. കുലീനനായ ഒരു മനുഷ്യൻ രാജത്വം പ്രാപിച്ച് മടങ്ങി വരണമെന്ന് വെച്ച് ദൂരദേശത്തേക്ക് യാത്ര പോയി. നമ്മുടെ കർത്താവിനെ പറ്റി തന്നെ കർത്താവ് പറയുന്ന കാര്യമാണ് അത് കേട്ടോ. അവൻ 10 ദാസന്മാരെ വിളിച്ച് അവർക്ക് 10 റാത്തൽ വെള്ളി കൊടുത്തു. ഞാൻ വരുവോളം വ്യാപാരം ചെയ്തു കൊള്ളുവിൻ എന്ന് അവരോട് പറഞ്ഞു. എന്താ 10 റാത്തൽ വെള്ളി കൊടുത്തിട്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു, ഞാൻ പോയി വീണ്ടും വരുവോളം നിങ്ങൾ വ്യാപാരം ചെയ്യണം എന്ന് പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾ നിങ്ങളുടെ ഡെയിലി ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണം. നിങ്ങൾ സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കണം, വേല ചെയ്യണം, പരാശ്രയത്തിലേക്ക് പോകരുത്. ആ അർത്ഥത്തിലാണ് വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞത്. 10 റാത്തൽ വെള്ളി കൊടുത്തിട്ട് പറയുകയാണ്, നിങ്ങൾ വ്യാപാരം ചെയ്ത് ഞാൻ വരുവോളം നിങ്ങളുടെ കാര്യം നടത്തണം. വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ ഉപമയ്ക്കകത്ത് പോലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. നോർമൽ ഫങ്ഷൻ ഇൻ ദ വേൾഡ് എന്നാണ് ഒരു കമന്റേറ്റർ എഴുതി വെച്ചേക്കുന്നത്. ഡെയിലി നമ്മൾ ആ ഫങ്ഷൻ ചെയ്തു വേണം ഈ ഭൂമിയിൽ ജീവിക്കാൻ. നോക്കൂ, നമ്മുടെ ആ വിഷയത്തിലേക്ക് വരാം. ഈ ഇൻട്രൊഡക്ഷൻ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ വാക്യത്തിലേക്ക് വരാൻ. സഹോദരപ്രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതി അറിയിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ദൈവത്താൽ തന്നെ ഉപദേശം പ്രാപിച്ചിരിക്കുന്നത് മാത്രമല്ല, മാസിഡോണിയയിൽ എല്ലായിടത്തുമുള്ള ദൈവസഭകൾക്ക് അത് നിങ്ങൾ കൊണ്ടെന്ന് വ്യക്തമായിരിക്കുന്നു. ആ റിപ്പോർട്ട് എനിക്ക് തിമോത്തിയോസ് കൊണ്ടുതന്നു. പക്ഷെ ഒരു പ്രബോധനം കൂടെ ഉണ്ട്, നിങ്ങൾ അതിൽ അധികമായി വർദ്ധിച്ചു വരണം എന്നും. കണ്ടോ, അതായത് സ്നേഹത്തിൽ നടക്കുന്ന ഒരു സഭയോട് തന്നെ പറയുന്നു, നിങ്ങൾ ഇതുവരെയും സ്നേഹത്തിലാണ് നടന്നത്. ആ സ്നേഹത്തിൽ നടക്കാനായിട്ട് ഞങ്ങൾ ആരും നിങ്ങളോട് പറഞ്ഞതല്ല, ദൈവം തന്നെ നിങ്ങളോടത് പറഞ്ഞു എന്നാണ് പരിശുദ്ധാത്മാവ് പോളിലൂടെ പറയുന്നത്. ദൈവം എങ്ങനെയാണ് എല്ലാ വ്യക്തികളോടും ഇൻഡിവിജ്വലായിട്ട് കർത്താവിനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു വ്യാഖ്യാനത്തിലേക്ക് പോകാനായിട്ട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. കാരണം എന്താണ് ദൈവത്താൽ ഉപദേശം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ, ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ നിങ്ങൾ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടി എന്ന് കൊരിന്ത്യലേഖനത്തിൽ വായിക്കുന്നു, കൊലോസ്യ ലേഖനത്തിൽ വായിക്കുന്നു, നിങ്ങൾ അവനിൽ പരിപൂർണരായിരിക്കുന്നു എന്നാണ് വായിക്കുന്നത്. നോക്കൂ, ഒരുവൻ കർത്താവിലേക്ക് വരുമ്പോൾ തന്നെ അവൻ്റെ ആ കല്ലായിട്ടുള്ള ഹൃദയം മാറി ഒരു ന്യൂ നേച്ചറിൻ്റെ ഉടമയാണ്. പുതിയൊരു ഹൃദയം എന്ന ദൈവത്തിൻ്റെ ന്യൂ കവനന്റിന്റെ ഫുൾഫിൽമെന്റ് ആണ് ഒരുവൻ രക്ഷയിലേക്ക് വരുമ്പോൾ. ആ വ്യക്തി രക്ഷയിലേക്ക് വരുമ്പോൾ തന്നെ ത്രിയേക ദൈവം അവൻ്റെ അകത്ത് വാസം ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ആ പുതിയ നേച്ചറിന്റെ ക്യാരക്ടറിനകത്ത് ദൈവസ്നേഹമുണ്ട്. ആ ദൈവസ്നേഹം അന്യോന്യം സ്നേഹിക്കണമെന്നുള്ളത് രക്ഷിക്കപ്പെടുന്ന ഏതൊരുവനും പരിശുദ്ധാത്മാവിനാൽ ഉണ്ടാകുന്ന ബോധ്യമാണ്. ആ ബോധ്യം ദൈവത്തിൻ്റെ തിരുവെഴുത്തിനകത്ത് എഴുതി നമുക്ക് നൽകിയിട്ടുമുണ്ട്. ഞാൻ അതിന് അല്പം ഒരു വിശദീകരണം നൽകിയിട്ട് മുന്നോട്ട് പോകാം. എങ്ങനെ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചു എന്ന് പറയാനായിട്ടുള്ള കാര്യം, ദൈവത്താൽ ഉപദേശം പ്രാപിച്ചെന്ന് പറഞ്ഞാൽ നമുക്കതിനെ ഈ നിലയിലൊന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ കാര്യങ്ങൾ വളരെ എളുപ്പമായിരിക്കും. അതായത് പരിശുദ്ധാത്മാവും പുത്രനും പിതാവും എങ്ങനെയാണ് ഈ ത്രിയേക ദൈവം നമ്മളെ സ്നേഹിച്ചത് എന്ന കാര്യം നമുക്കൊന്ന് നോക്കാം. അതായത് ഞാൻ ഇങ്ങനെ അങ്ങ് പറയുമ്പോൾ നിങ്ങൾക്ക് ആ കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിതാവ്
പുത്രനെ നൽകി സ്നേഹിച്ചു എന്നാണ് യോഹന്നാന്റെ 1-ാം ലേഖനം 4-ന്റെ 19 വാക്യത്തിൽ വായിക്കുന്നത്. പിതാവ് പുത്രനെ നൽകി സ്നേഹിച്ചു. പുത്രൻ എങ്ങനെയാണ് സ്നേഹിച്ചത്? സ്നേഹിതന്മാർക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല എന്ന് വാഴ്ത്തപ്പെട്ട കർത്താവ് പറയുകയും തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി, തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി, തന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകുകയും ചെയ്തു. അങ്ങനെയാണ് പുത്രൻ സ്നേഹത്തെ വെളിപ്പെടുത്തി കാണിച്ചത്. പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് സ്നേഹം കാണിച്ചത്? ദൈവത്തിൻ്റെ സ്നേഹം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു എന്നാണ് റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 5-6 വാക്യം വായിക്കുന്നത്. ത്രിയേക ദൈവം നമ്മെ സ്നേഹം പഠിപ്പിച്ചു. ആ അർത്ഥത്തിലാണ് ഈ വേദഭാഗം വായിക്കുന്ന. സഹോദരപ്രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ല. അന്യോന്യം സ്നേഹിക്കുവാൻ നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചു. നോക്കൂ, ആദ്യത്തെ 8 വാക്യങ്ങളിൽ വായിക്കുന്ന ഡോണ്ട് ലസ്റ്റ്, മോഹിക്കരുത് എന്നൊരു കൽപ്പനയാണ്. അതിനുശേഷമുള്ള 2 വാക്യങ്ങളിൽ ഡു ലവ്, സ്നേഹിക്കണമെന്ന 2ാമത്തെ കൽപ്പനയാണ്. അത് ആ ഒരു ആശയം, ആ ഒരു ഓർഡറിൽ നിങ്ങൾക്ക് കിട്ടിയാൽ വളരെ, 1 മോഹിക്കരുത്, 2 സ്നേഹിക്കണം എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞേക്കുകയാണ്. ദൈവത്താൽ എല്ലാവർക്കും ഉപദേശമുണ്ട്. എന്നെ കേൾക്കുന്ന സകല ക്രൈസ്തവരോട് ഞാൻ പറയാം, അന്യോന്യം സ്നേഹിക്കണമെന്നുള്ളത് നമുക്കിനി പ്രത്യേകമാരും പറഞ്ഞു തരണ്ട. രക്ഷിക്കപ്പെട്ട ഒരുവനിൽ ദൈവസ്നേഹം പകർന്നിരിക്കുകയാണ്. ആ സ്നേഹം പ്രാക്ടിക്കലാക്കാനായിട്ട് ഞാൻ ആരംഭത്തിൽ പറഞ്ഞ പോലെ ഇവിടാണ് നമ്മുടെ ഫെയ്ത്ത് റിയലാകുന്നത്. ഇവിടാണ് നമ്മുടെ ആ ശൂലതർ ക്രിസ്ത്യാനിറ്റി, നമ്മൾ ഈ ഡെയിലി വാക്കിംഗ് ഇൻ ഓൺ ദിസ് എർത്ത്, ആ ഒരു നിലയിലേക്ക് നമ്മൾ ഇവിടാണ് വരുന്നത്. അതുകൊണ്ട് അന്യോന്യം സ്നേഹിക്കണം. അത് പരിശുദ്ധാത്മാവ് നമ്മളോട് എല്ലാവരോടും പറഞ്ഞേക്കാണ്. നമ്മുടെ കർത്താവ് നമ്മുടെ എല്ലാ കുറവുകളും ഇരിക്കെ നമ്മളോട് മഹാസ്നേഹം കാണിച്ച് ക്രൂശിൽ നമ്മളെ രക്ഷിച്ചെങ്കിൽ, അന്യോന്യം സഹോദരങ്ങളുടെ കുറവുകളൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ സ്നേഹം പാപത്തിന്റെ ബഹുത്വത്തെ മറയ്ക്കുന്നെന്ന് വായിക്കുന്നല്ലോ. പാപത്തിന്റെ ബഹുത്വത്തെ മറയ്ക്കുന്ന സ്നേഹം നമ്മളിൽ നിന്ന് ഉണ്ടാകണം. അത് പരിശുദ്ധാത്മാവിൽ പിതാവ് കാണിച്ചു തന്നു, പുത്രൻ കാണിച്ചു തന്നു, തൻ്റെ ആത്മാവിനാൽ അത് നമ്മുടെ അകത്ത് ദൈവം നൽകിയിരിക്കുന്നു എന്നാണ് വായിക്കുന്നത്. എങ്ങനെ ഈ അതിൻ്റെ ഒരു ഡോക്ടറിനൽ വശം എന്ന് പറഞ്ഞാല്, നമ്മൾ അങ്ങനെ സ്നേഹിക്കുമ്പോഴാണ് വാസ്തവത്തിൽ നമ്മൾ ദൈവമക്കളാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. യോഹന്നാന്റെ 1-ാം ലേഖനം, ഈ വാക്യങ്ങൾ വളരെ വളരെ പരിചയമാണ്. ഞാൻ 2-3 വാക്യം മാത്രം വായിച്ച് കേൾപ്പിക്കുക, എക്സ്പ്ലെയിൻ ചെയ്യല. യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നത്. വെളിച്ചത്തിൽ, ശ്രദ്ധിച്ചു കേട്ടോണ്, ദൈവമക്കളോടെ പറഞ്ഞേക്കുന്നത്, വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ഇന്നയോളം ഇരുട്ടിലിരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്നല്ലോ. ഒരാൾ പറയുകയാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്, പക്ഷേ സഹോദരങ്ങളോട്, അത് ജഡപ്രകാരമുള്ള സഹോദരങ്ങളുടെ കാര്യമല്ല, അത് സ്നേഹിക്കണം ഉറപ്പായിട്ട്. ഇവിടെ പോൾ പറഞ്ഞ പോലെ ജഡപ്രകാരം ഞാൻ ആരെയും അറിയുന്നില്ല, എല്ലാവരുമായിട്ട് ആത്മീയ ബന്ധമാണ്. ക്രിസ്തുവാകുന്ന തലയുടെ കീഴിലെ അംഗങ്ങളും അവയവങ്ങളും എന്ന ബന്ധം, ആ ബന്ധത്തിലുള്ള സഹോദരങ്ങളെ പറ്റിയാണ് വായിക്കുന്നത്. വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ഇന്നയോളം ഇരുട്ടിലിരിക്കുന്നു. മനസ്സിലാവുന്നോ? രക്ഷിക്കപ്പെട്ടതല്ല, ഇപ്പോഴും പാപത്തിന്റെ അന്ധകാരത്തിലാണ്, ഇപ്പോഴും നരകത്തിലേക്കുള്ള യാത്രയിലാണ്, ഇപ്പോഴും അന്ധകാരത്തിലാണ്, അതിക്രമങ്ങളാൽ മരിച്ചിരിക്കുകയാണെന്നാണ് അതിന്റെ അർത്ഥം. സഹോദരങ്ങളെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇരുട്ടിലിരിക്കുന്നു. സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു, ഇടർച്ചയ്ക്ക് അവനിൽ കാരണമില്ല. പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, ഉള്ളിൽ വന്ന ദൈവസ്നേഹം അത് പുറത്തേക്ക് പ്രാക്ടിക്കലായി നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമാണ് അകത്ത് ദൈവസ്നേഹം ഉണ്ടെന്ന് മനസ്സിലാകുന്നത്, നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെന്ന് മനസ്സിലാകുന്നത്, നമ്മൾ കർത്താവിൻ്റെ വകയാണെന്ന് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ നമ്മൾ വെറും പ്രൊഫസിങ് ക്രിസ്ത്യൻ മാത്രമാണ്, കർത്താവിനെ പൊസസ് ചെയ്യുന്നവരല്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് അവിടെ കൊണ്ടും തീരുന്നില്ല. 3-ാം അധ്യായത്തിന് 14-ാം വാക്യം മോർ ക്ലിയർ ആണ്. നാം മരണം വിട്ട്, നിത്യമരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം. കണ്ടോ, ഒരുവൻ രക്ഷിക്കപ്പെട്ടു എന്നതിന്റെ തെളിവെന്താ? ഒരുവൻ മരണം വിട്ട് ജീവനിലാണ് ജീവിക്കുന്നതെന്ന്
നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നമുക്ക് കൂടെ നിൽക്കുന്നവർക്ക് എങ്ങനെ അത് അറിയാനായിട്ട് കഴിയും? ഒരുവൻ മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്നുള്ളത് സഹോദരനെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം. സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. ഇത് ഒരുവന്റെ ബുദ്ധിമുട്ട് തീർക്കുന്ന കാര്യമൊക്കെയാണ് കേട്ടോ. ഒരാളെ സഹോദരന് എന്തെങ്കിലും കാര്യത്തിൽ ഇല്ലായ്മ ഉണ്ടെങ്കിൽ അവനെ ആ നിലയിലും കരുതാനായിട്ട് നമുക്ക് ദൈവിക കൽപ്പനയുള്ളവരാണ്. അത് നമ്മൾ എക്സ്ക്യൂസ്ഡ് അല്ല, ദൈവിക കൽപ്പന ഉള്ളവരാണ്. വെളിച്ചത്തിൽ നടക്കുന്നതെന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ഇതുവരെയും വെളിച്ചത്തിൽ വന്നിട്ടില്ല. 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. അതിൻ്റെ ഒന്നും വിശദീകരണം വേണ്ടല്ലോ. ദൈവത്തിൽ നിന്ന് വരുന്നു, ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു, അത് സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്ന് വീണ്ടും ജനിച്ചിരിക്കുന്നു. അതില്ലാത്തവർ ഇപ്പോഴും ഇരുട്ടിലിരിക്കുന്നു, അവരാരും ദൈവത്തിൽ നിന്ന് ജനിച്ചവരല്ല. എന്ന തെസലോനിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവര് 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിനകത്തൊക്കെ അവരെ സ്നേഹിക്കുന്നവരാണ്. അവരുടെ ക്യാരക്ടർ നന്നായിട്ട് 1-3 3-ന്റെ 6, 12 ആ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവര് ആ അകത്ത് വന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവസ്നേഹം അകത്തേക്ക് വന്ന അവർ മക്കതോന്യയിൽ എല്ലായിടത്തും ഉള്ള ദൈവമക്കളുമായിട്ട് ആ സ്നേഹം പങ്കിടുകയും അങ്ങനെ ജീവിക്കുകയും ചെയ്യുന്നവരാണ്. അങ്ങനെ ജീവിക്കുകയും അങ്ങനെ ആ സ്നേഹം പങ്കിടുകയും ചെയ്യുന്നവരോട് അടുത്തൊരു ഉപദേശം കണ്ടോ. നിങ്ങൾ 1 തെസ്സലോനിയർ 4-ന്റെ 10-ാമത്തെ വാക്യം, സഹോദരൻ മക്കതോന്യയിൽ എങ്ങുമുള്ള സഹോദരന്മാരോടൊക്കെ നിങ്ങൾ അങ്ങനെ ആചരിച്ചും പോരുന്നല്ലോ. തിമോത്തി കൊടുക്കുന്ന റിപ്പോർട്ടാണ് കേട്ടോ. എന്നാൽ സഹോദരന്മാരെ, അടുത്ത ഒരു പ്രബോധനം പരിശുദ്ധാത്മാവ് നൽകുകയാണ്. സഹോദരന്മാരെ, അതിൽ നിങ്ങൾ അധികമായി വർദ്ധിച്ചു വരണം. എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത എന്തെങ്കിലും ഒന്ന് നിങ്ങളിൽ ഉണ്ടാകണമെന്നല്ല. രക്ഷിക്കപ്പെട്ടവരിൽ പുതുതായിട്ട് പുറത്തു നിന്ന് പ്രത്യേകം ലഭിക്കേണ്ട ഒന്നും പ്രത്യേകിച്ച് ആത്മാവിൻ്റെ സ്വഭാവങ്ങളെ പറ്റി ഇല്ല. നിങ്ങൾ ക്രിസ്തുവിൽ പരിപൂർണരായിരിക്കുന്നു എങ്കിൽ ആ ചെറുപ്പത്തിൽ തന്നെ ആ രക്ഷയിലേക്ക് വന്ന ആ ആരംഭ കാലഘട്ടത്തിൽ തന്നെ അകത്തെ മനുഷ്യൻ പെർഫെക്റ്റ് ആണ്. അതിന് വളർച്ച ഉണ്ടാകണം. ആ പ്രായത്തിൽ അത് പെർഫെക്റ്റ് ആണ്. സ്നേഹത്തിന്റെ കാര്യത്തിൽ അത് പെർഫെക്റ്റ് ആണ്. ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലാവുന്നല്ലോ. നോക്കൂ, അങ്ങനെ അകത്തേക്ക് വന്ന ആ ഡിവൈൻ ആത്മാവിന്റെ സ്വഭാവങ്ങൾ, കർത്താവിന്റെ കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സിൽ നമ്മൾ ദൈനംദിനം വർദ്ധിച്ചു വരണം. അത് വളർന്നു വരണം. ആത്മീയ പക്വതയിലേക്ക് ക്രിസ്തുവിൻ്റെ തലയോളം നമ്മൾ അനുദിനം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലുള്ള വളർച്ചയാണ് ആ വളർച്ച എന്നതുകൊണ്ട് പരിശുദ്ധാത്മാവ് അർത്ഥമാക്കുന്നത് നമ്മൾ വളർന്ന് വരണം, വർദ്ധിച്ചു വരണം. ഞാൻ ഈ അടുത്ത കാലത്തൊക്കെ സ്നേഹത്തിൻ്റെ അഭിഷേകം, അങ്ങനെയൊക്കെ ഇന്ന് വരെ സ്നേഹിക്കാൻ കഴിയാത്തവർക്ക് വേണ്ടി സ്നേഹത്തിൻ്റെ അഭിഷേകം ഒഴുകുന്നു എന്നൊക്കെ പറയുന്ന പല പ്രഭാഷണങ്ങൾ, വ്യാജ അപ്പോസ്തലന്മാരുടെ പ്രഭാഷണങ്ങൾ കേൾക്കാനായിട്ട് ഇടവന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പോഴേ ഓർത്തോണം, പുതുതായിട്ട് അങ്ങനൊരു കാര്യമില്ല. നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനാൽ ആ സ്നേഹം നൽകപ്പെട്ടിരിക്കുന്നു. ഇന്ന് വരെ നിങ്ങൾക്ക് സഹോദരനെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. നിങ്ങൾ മരണം വിട്ട് ജീവനിൽ കടന്നിട്ടില്ല. അങ്ങനെയുള്ളവർക്ക് സ്നേഹത്തിന്റെ അഭിഷേകം അങ്ങനെ ഒരു സാധനമേ ഇല്ല. അതൊക്കെ വഞ്ചനയാണ് കേട്ടോ. നിങ്ങൾ രക്ഷയിലേക്ക് വരണം. ക്രൂശിനെ വിശ്വസിക്കണം, രക്ഷകനെ വിശ്വസിക്കണം. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുമ്പോൾ തന്നെ ആ ഡിവൈൻ നേച്ചർ നമ്മുടെ അകത്തുണ്ട്. അതിൽ വർദ്ധിച്ചു വരണം. പുതുതായിട്ടൊന്നും എന്തെങ്കിലും കഴിവുകൊണ്ട് നേടണമെന്നല്ല, അതിൽ വർദ്ധിച്ചു വരണം. നമ്മൾ അത്ര സീരിയസ് ആയിട്ടൊക്കെ ഈ കാര്യങ്ങളെ കാണുന്നുണ്ടോ? എങ്ങനെ സഹോദരങ്ങളെ സ്നേഹിക്കാനായിട്ട് കഴിയുന്നത്? അവരെ കെയർ ചെയ്യുക, അവരുടെ ആവശ്യങ്ങളിൽ കൂടിയിരിക്കുക, അവരുടെ അവരെ സ്നേഹിക്കുക, അവരുടെ ആവശ്യങ്ങളിൽ സഹായിക്കുക, അവർക്ക് വേണ്ടി കരുതലുള്ളവരാകുക. ഇനിയും ഇതിന്റെ 5-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം മുതൽ ചില കാര്യങ്ങളുടെയും എങ്ങനെ സഹോദരന്മാരെ സ്നേഹിക്കാം എന്നതിന് നമുക്കെല്ലാവർക്കും ചെയ്യാവുന്ന, പിൻപറ്റാവുന്ന ചില പ്രബോധനങ്ങൾ, ചില ആശയങ്ങൾ പരിശുദ്ധാത്മാവ് നൽകിയിട്ടുണ്ട്. 14-ാമത്തെ വാക്യം, സഹോദരന്മാരെ,
ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കുവിൻ. അത് സ്നേഹത്തിന്റെ ഒരു സ്വഭാവം കേട്ടോ. ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കുവിൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ, ബലഹീനരെ താങ്ങുവിൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിൻ, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കുവാൻ നോക്കുവിൻ, തമ്മിൽ എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കുവിൻ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് വാസ്തവത്തില് സ്നേഹം അധികമായിട്ട് വർദ്ധിക്കാൻ പരിശുദ്ധാത്മാവ് തെസ്സലോനിക്കരോട് പറയുന്ന ആ വേദഭാഗം പോലെ തന്നെ നിങ്ങളിൽ അത് അധികമായി വർദ്ധിച്ചു വരേണ്ടതിന് ചില മാർഗങ്ങൾ 5-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങളിൽ എഴുതി വെച്ചേക്കുകയാണ്. ഇവരുടെ വിശ്വാസത്തിൽ ഇവർ വളരുന്നു, ഇവരുടെ സ്നേഹത്തിൽ വർദ്ധിച്ചു വരുന്നുണ്ട്, വീണ്ടും വർദ്ധിച്ചു വരാനായിട്ട് പ്രബോധനമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മള് സ്നേഹത്തിൽ വളരുകയാണെങ്കിൽ, ഇതിന്റെ 6-ാമത്തെ വാക്യം നിങ്ങൾ ഓർക്കുന്നല്ലോ, ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്, ആരും അതിക്രമിക്കുകയും സഹോദരനെ ചതിക്കുകയും അരുത്. ഈ കാര്യത്തിൽ ഏതാ ഇമ്മോറാലിറ്റി എന്നൊരു വിഷയം ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. ആ ഒരു മഹാപാപത്തിന്റെ കാര്യത്തിൽ, അതായത് ജെന്യുവിനായിട്ട് പരിശുദ്ധാത്മാവ് ഉള്ളിൽ നൽകിയ സ്നേഹത്തിൽ വളരുകയാണെങ്കിൽ സഹോദരനെ അതിക്രമിക്കുകയില്ല, സഹോദരനെ ചതിക്കുകയുമില്ല എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. പ്രിയപ്പെട്ടവരെ, രക്ഷയിൽ ഈ സ്വഭാവം നമ്മുടെ അകത്ത് വന്നതാണ്. പുതുതായിട്ടൊന്നും നൽകാനായിട്ടില്ല. പുതിയ പ്രമാണം ലഭിച്ച, പുതിയ കവനന്റിന്റെ കീഴിൽ വന്ന നമ്മുടെ അകത്ത് ഈ ഡിവൈൻ നേച്ചർ നൽകിയിട്ടുണ്ട്. അത് നമ്മൾ അതിൽ വർദ്ധിച്ച് വരണം എന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ബുദ്ധി ഉപദേശിക്കുകയാണ്. നോക്കൂ, 1-ാമത്തെ കാര്യം, സ്നേഹത്തിൽ നടക്കുക. പുതുതായിട്ട് സ്നേഹത്തിന്റെ അഭിഷേകം എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ചാടിപ്പിടിച്ചോ ഓടിപ്പിടിച്ചോ എന്നൊക്കെ കേൾക്കാം. വഞ്ചനയാണ്. ക്രിസ്ത്യാനിറ്റി ആയിട്ട് അങ്ങനത്തെ ഉപദേശത്തിന് യാതൊരു ബന്ധമില്ല. അത് മറ്റൊരു മതമാണ്, മറ്റൊരു സുവിശേഷമാണ്, മറ്റൊരു ക്രിസ്തുവാണ്. അത് നിങ്ങളെ ശുദ്രം ചെയ്ത് ആരെങ്കിലും മയക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഗോസ്പൽ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് റീസണിങ് ഉണ്ടാകണം, നിങ്ങൾ മടങ്ങി വരണം എന്ന് ദൈവവചനത്തിന്റെ ഗ്രഹവിചാരകൻ എന്ന നിലയിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. വിശുദ്ധിയിൽ നടക്കുക. 2, സ്നേഹത്തിൽ നടക്കുക. 3-ാമത്തെ കാര്യം, അത്രയും മതിയല്ലോ അല്ലേ ആ കാര്യങ്ങൾ? ഇത് പ്രാക്ടിക്കലാക്കണം. നമ്മളെല്ലാവരും ഇന്നലത്തേക്കാൾ കൂട്ടു സഹോദരനെ സ്നേഹിക്കാൻ, കരുതാൻ, പ്രാർത്ഥിക്കാൻ, ഉൾക്കരുത്തില്ലാത്തവരെ താങ്ങുവാൻ, ബലഹീനരെ ധൈര്യപ്പെടുത്തുവാൻ, തിന്മയ്ക്ക് പകരം ആരോടും തിന്മ ചെയ്യാതെ എല്ലാവരോടും സമാധാനമായിരിക്കാൻ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പാൻ, അങ്ങനെ ഒരു ക്രിസ്ത്യൻ നേച്ചറിന്റെ വളർച്ചയ്ക്കായിട്ട് ഈ വചനം നമ്മളെ സഹായിക്കട്ടെ. അതിനായിട്ട് നമുക്ക് ദൈവത്തോട് കൃപ ചോദിക്കാൻ, പരിശുദ്ധാത്മാവിന്റെ നിറവിനായി നമുക്ക് ദൈവത്തോട് ചോദിക്കാം. സ്തോത്രം. നോക്കൂ, 11-ാമത്തെ വാക്യം, ഹോളിയായിട്ട് നടക്കണം, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ, സ്നേഹത്തിൽ വർദ്ധിച്ചു വരണം. അങ്ങനെ വർദ്ധിച്ചു വന്നാൽ വിശുദ്ധിയിൽ നമ്മൾ വർദ്ധിക്കുന്നു എന്നതിന്റെ തെളിവാണ് സ്നേഹത്തിൽ വർദ്ധിക്കുന്നത്. സ്നേഹത്തിൽ വർദ്ധിച്ചു വന്നാൽ സഹോദരനെ ചതിക്കുകയോ സഹോദരൻ്റെ അതിക്രമിക്കുകയോ ചെയ്യല, നാം നമ്മുടെ പാത്രത്തെ തന്നെ നേടും. ആ സ്നേഹം വർദ്ധിക്കുമ്പോൾ കർത്താവിന്റെ സ്വഭാവം നമ്മളിൽ ഇൻക്രീസ് ആകും. നമ്മൾ വെളിച്ചത്തിൽ കടന്നു എന്നതിന്റെ തെളിവാണ്, മറ്റുള്ളവർക്ക് അതൊരു സാക്ഷ്യമാണ്. അത് മാത്രമല്ല, 11-ാമത്തെ വാക്യം എന്താണ് നമ്മൾ ആ വേദഭാഗത്ത് വായിക്കുന്നത്? പുറത്തുള്ളവരോട് മര്യാദയായി നടക്കുവാനും ഒന്നിനും മുട്ടില്ലാതിരിക്കുവാനും വേണ്ടി ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ചതുപോലെ അടങ്ങിപ്പാർക്കുവാനും, സ്വന്തം കാര്യം നോക്കുവാനും, സ്വന്തം കൈകൊണ്ട് വേല ചെയ്യുവാനും അഭിമാനം തോന്നണമെന്നും നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. വോക്ക് ഇൻ ഓണസ്റ്റി, മര്യാദയായി വിശ്വസ്തയോടെ ദേശത്ത് ഒരു ദൈവവൈതലിന്റെ സാക്ഷ്യം നിലനിർത്തിക്കൊണ്ട് ജീവിക്കണം എന്നതാണ് ആ വാക്യത്തിനകത്തെ ആ 3-ാം ഭാഗത്തിന്റെ പ്രബോധനം. ഉത്തരവാദിത്തം മറന്ന ഒരു ക്രിസ്ത്യ ജീവിതം ഇല്ല. ലോകത്തിന്റെ ഈവിൾ സിസ്റ്റത്തിന് നമ്മൾ ഡെഡ് അഗെയിൻസ്റ്റ് ആണ്. കാര്യം അത് തിരുവെഴുത്തിനെതിരായതുകൊണ്ടാണ്, മനസ്സിലാവുന്ന. പക്ഷെ ഉത്തരവാദിത്തം മറന്നുള്ള ഒരു ജീവിതം നമുക്കില്ല. ദൈവം നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ നിറവേറ്റിക്കൊണ്ട് അധ്വാനിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ജീവിക്കണം എന്നത് ദൈവവചനത്തിന്റെ ഉപദേശമാണ്. നോക്കൂ, അത് ഞാൻ POC ബൈബിളിന്റെ ഒരു വാക്യം വായിച്ചു കേൾക്കുമ്പോൾ അത് വ്യാഖ്യാനിക്കാനും പറയാനും വളരെ എളുപ്പമാണ്. നമ്മുടെ ബൈബിൾ സൊസൈറ്റിയുടേത് കുഴപ്പമുണ്ടെന്നല്ല, അതിനേക്കാൾ കുറച്ചുകൂടെ സിമ്പിളായിട്ട് എനിക്ക് ഈ 11-ഉം 12-ഉം വാക്യം
POCയുടെ ട്രാൻസ്ലേഷൻ മനോഹരമായിട്ട് സിമ്പിളായിട്ട് തോന്നി. ആ പദമാണ് നല്ലത്. ശാന്തരായി ജീവിക്കുവാൻ ഉത്സാഹിക്കുവിൻ. പ്രബോധനമാണ് കേട്ടോ. സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളാകുവിൻ. സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കുവിൻ. ഇതൊക്കെയും ഞങ്ങൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞുവല്ലോ. ഇതൊക്കെ ഇപ്പോൾ ഞാൻ എഴുതുന്നുവെങ്കിലും അന്ന് അവിടെ വന്നപ്പോൾ ഇതൊക്കെ പറഞ്ഞായിരുന്നു. കാര്യം അവരൊന്നും മറച്ചു വെച്ചില്ല. കാര്യം കോൺഗ്രിഗേഷൻ, വിശ്വാസികളുടെ നിത്യജീവനായിരുന്നു ശുശ്രൂഷകന്മാരുടെ ലക്ഷ്യം. അല്ലാതെ അവരെ മറ്റെന്തെങ്കിലും കാര്യം പറഞ്ഞ് വഞ്ചിക്കുക എന്നതായിരുന്നില്ല. അവർ രക്ഷയിൽ തുടരണം, അവർ നിത്യജീവനിൽ എത്തണം. അവരുടെ രക്ഷ പാറസരത്ത് വീണ വിത്ത് പോലെ ആകരുത്, നല്ല നിലത്ത് വീണ വിത്ത് പോലെ അവര് ഫലം കായ്ച്ചും വർദ്ധിച്ചും വരണമെന്ന് നിർബന്ധമുണ്ടായിരുന്നത് കൊണ്ട് ഈ 3 കാര്യം അന്നേ ഉപദേശിച്ചു. ശാന്തരായി ജീവിക്കുവാൻ ഉത്സാഹിക്കുവീൻ, സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളാകുവീൻ, സ്വന്തം കൈ കൊണ്ട് അധ്വാനിക്കുവീൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ അതിന് ഇനിയും നമ്മുടെ മലയാളം ബൈബിളിന്റെ, നമ്മുടെ ബൈബിൾ സൊസൈറ്റിയുടെ ട്രാൻസ്ലേഷനിൽ ഇത്രയേ ഉള്ളൂ: മര്യാദയായിട്ട് നടക്കണം. അതാണ് സാക്ഷിയുള്ള ജീവിതം നയിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. വിശ്വസ്തരായിട്ട് നടക്കുക, ഓണസ്റ്റ് ആയിട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹിക്കണം, മര്യാദയായിട്ട് നടക്കണം. മര്യാദയായിട്ട് നടക്കുക എന്നതിൻ്റെ അഭിമാനം തോന്നണം. അതായത് മാന്യതയുള്ള, സാക്ഷ്യമുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കണം. നടനമല്ല, അഭിനയമല്ല നമുക്ക് വേണ്ടത്, സത്യസന്ധമായ ഒരു ജീവിതം നയിക്കണം. മനസ്സിലാവുന്നോ? പുറത്തുള്ളവർക്ക് സാക്ഷ്യമുള്ള ഒരു ക്രിസ്ത്യൻ ലൈഫ് നയിക്കണം. അതാണ് ലീഡ് എ ക്വയറ്റ് ലൈഫ്. NASB ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നത് to make it your ambition to lead a quiet life and attend your own business and work with your hands just as we commanded you. നിങ്ങൾ ശാന്തരായിട്ട് മര്യാദയുള്ള ജീവിതം നയിക്കണം. ആ ശാന്തരായിട്ട് നടക്കുക. അതിലും വർദ്ധിച്ചു വരണമെന്നാ കേട്ടോ. മേളത്തെ അത് ഇങ്ങനെ ചേർന്ന് വരുന്നതുകൊണ്ട് ഈ ശാന്തരായിട്ടുള്ള ജീവിതത്തിലും വർദ്ധിച്ചു വരണം, അല്ലെങ്കിൽ മര്യാദയായിട്ടുള്ള ജീവിതത്തിൽ വർദ്ധിച്ചു വരണം, അധ്വാനിക്കുന്ന കാര്യത്തിലും വർദ്ധിച്ചു വരണം. അങ്ങനെ ആ സ്നേഹത്തിൽ വർദ്ധിച്ചു വരുന്ന പോലെ താഴെ പറയുന്ന മറ്റ് 3 കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ആ 3 കാര്യത്തിലും വർദ്ധിച്ചു വരണം. നോക്കൂ, ഇവിടുത്തെ അർത്ഥം മര്യാദയായി നടക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ട്രബിൾ മേക്കേഴ്സ് ആകരുത്. സൊസൈറ്റിക്ക് ഒരു പ്രയാസവും നമ്മളെ കൊണ്ട് ഉണ്ടാകരുത്. നമ്മൾ കാം ഡൗൺ ആയിരിക്കണം, ക്വയറ്റ് ആയിരിക്കണം, പീസ്ഫുൾ ആയിരിക്കണം, സമൂഹത്തിന് എപ്പോഴും ശാന്തരായിട്ടുള്ളവരായിരിക്കണം നാം എന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ്. ഇത് നമ്മുടെ ആഗ്രഹമായി, മേക്ക് ഇറ്റ് യുവർ അംബിഷൻ. ഇത് ഈ നിലയിൽ നമ്മൾ ജീവിക്കണം. മര്യാദയായിട്ട് നടക്കണം, മര്യാദയായിട്ട് നടക്കണം. POCയുടെ ട്രാൻസ്ലേഷൻ ശാന്തരായി ജീവിക്കുവാൻ ഉത്സാഹിക്കുവിൻ. ദൈവമക്കളാണെന്നുള്ളതിന്റെ തെളിവാണ് സമൂഹത്തിൽ യാതൊരു ട്രബിളും നമ്മൾ ഉണ്ടാക്കുകയില്ല എന്നതാണ് ദൈവമക്കളാണെന്ന് ഉള്ളതിന്റെ മറ്റൊരു തെളിവ്. ഇതിനോട് ചേർത്ത് വായിക്കാവുന്ന മറ്റൊരു വാക്യം 1 തെസ്സലോനിയൻസ് 2-ം അധ്യായത്തിന്റെ 1-2 വാക്യം. എഫെസോസിലെ പാസ്റ്റർ ആയിരുന്ന തിമോത്തിയോസിന് പോൾ എഴുതുന്ന ലേഖനമാണ്. 1 തിമോത്തിയോസ് 2-ന്റെ 2-ഉം 3-ഉം വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. 1-2 വാക്യങ്ങൾ: എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും കനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന്. കണ്ടോ, ഇങ്ങനെ വേണം ജീവിക്കാൻ. വിശേഷ രാജാക്കന്മാർക്ക് സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും. നോക്കൂ, ഇങ്ങനെ നമ്മൾ ജീവിക്കണം എന്നതാണ് നമ്മളെ പറ്റിയുള്ള പ്രബോധനം. ലീഡ് എ വെരി ക്വയറ്റ് ലൈഫ്, സ്റ്റേ ഔട്ട് ഓഫ് ദ പബ്ലിക് ഐ, ഗെറ്റ് ബാക്ക്, സെറ്റിൽ ഡൗൺ, ബി ക്വയറ്റ്. ഉത്തരവാദിത്തം മറക്കാനായിട്ട് പാടില്ല എന്നതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. 1, സ്നേഹത്തിൽ നടക്കുക. 2, മര്യാദയായി, ശാന്തരായി, ക്വയറ്റായി നടക്കുക. 3-മത്തേത്, സ്വന്തം കാര്യം നോക്കുക. വാക്ക് കണ്ടോ, സ്വന്തം കാര്യം നോക്കുക. മര്യാദയായി നടക്കുവാനും ഒന്നിനും മുട്ടില്ലാതിരിക്കുവാനും വേണ്ടി ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ചതുപോലെ അടങ്ങിപ്പാർക്കുക, ശാന്തരായി പാർക്കുക, സ്വന്തം കാര്യം നോക്കുക. സ്വന്തം കാര്യം നോക്കുക. എന്താ സ്വന്തം കാര്യം നോക്കുക എന്ന് പറഞ്ഞാല് നമുക്കിതിന്റെ കോണ്ടെക്സ്റ്റ് എക്സാക്ട്ലി അറിയത്തില്ല. ന്യായമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇവര് മര്യാദയായിട്ട് നടക്കാൻ പറഞ്ഞപ്പോൾ ഇവരൊരു പക്ഷേ എന്തെങ്കിലും ട്രബിളൊക്കെ, ഞങ്ങൾ വേറൊരു ലോകത്തിന്റെ ആൾക്കാരാണ്, ഞങ്ങളുടെ രാജാവ് വേറൊരാളാണ്,
എന്ന നിലയിലൊക്കെ എന്തെങ്കിലും ട്രബിൾ ഉണ്ടാക്കിയിരുന്നോ, അങ്ങനെ ഒരു റിപ്പോർട്ട് തിമോത്തി കൊണ്ട് കൊടുത്തോ നമുക്കറിയാൻ പാടില്ല. ഇവിടെ ഒന്നും നമ്മൾ വായിക്കുന്നില്ല. എന്നാൽ എന്തോ ഒരു പ്രശ്നം ഉണ്ട്. അതുകൊണ്ടാണ് മര്യാദയായിട്ട് നടക്കണം, സ്വന്തം കാര്യം നോക്കണം, പരകാര്യം നോക്കരുത്, സ്വന്തം കാര്യം നോക്കണം. കാരണം ഈ സ്വന്തം കാര്യം നോക്കിയില്ലെങ്കിൽ ഉണ്ടാകുന്ന അപകടം നമ്മൾ പരകാര്യത്തിൽ ഇടപെടും എന്നുള്ളതാണ്. അത് വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ്. നോക്കൂ, ഇവിടെ 2 തെസ്സലോനിയൻസിനകത്ത് ഈ വിഷയം അപ്പോസ്തലൻ വീണ്ടും കൊണ്ടിരുന്നുണ്ട്. 2 തെസ്സലോനിയൻസ് 3:10 ഇങ്ങനെ വായിക്കുന്നേ: വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ തിന്നരുത് എന്ന് ഞങ്ങൾ നിങ്ങളോട് ഇരിക്കുമ്പോൾ തന്നെ ആജ്ഞാപിച്ചിട്ടുണ്ടല്ലോ. ചിലർ ഒട്ടും വേല ചെയ്യാതെ പരകാര്യം നോക്കി ക്രമം കെട്ട് നടക്കുന്നു എന്ന് കേൾക്കുന്നു. കണ്ടോ, സ്വന്തം കാര്യം നോക്കാതെ പരകാര്യം നോക്കുക. സ്ത്രീകളോട് സ്വന്തം കാര്യം നോക്കണമെന്ന പ്രബോധനം നമ്മൾ വായിക്കുന്നുണ്ട്. ഈ സ്വന്തം കാര്യം നോക്കാതെ ഒരു പണിയും ഇല്ലാതെ നടന്ന ആളുകളെ മിനക്കെട്ട് നടക്കുന്നവർ എന്ന് ഈ തെസലോനിക്കയിൽ പോളിനെയും കൂടെയുള്ളവരെയും ഉപദ്രവിക്കാനായിട്ട് യഹൂദന്മാർ മിനക്കെട്ട് നടക്കുന്ന ചിലരെ വിളിച്ചുകൊണ്ട് വന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. കണ്ടോ, പരകാര്യം നോക്കുന്നവർ, മിനക്കെട്ട് നടക്കുന്നവർ, അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഉത്തരവാദിത്വ ബോധം ഇല്ലാത്തത് കൊണ്ട് പാപത്തിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്, ഗോസിപ്പിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്, പരദൂഷണത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കൊലോസ് ലേഖനത്തിനകത്ത് നമ്മൾ വായിക്കുന്നൊരു വാക്യം ഇങ്ങനെയാണ്: പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുവിൻ, ജ്ഞാനം ഇല്ലെങ്കിൽ അത് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമാണ്. ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലാവുന്നോ? ലീഡ് എ ക്വയറ്റ് ലൈഫ്. രണ്ടാമത്തേത് നമ്മളിവിടെ വായിക്കുന്നത് മര്യാദയ്ക്ക് സ്വന്തം കാര്യം നോക്കണം, സ്വന്തം കാര്യം നോക്കണം. ഇത് ദൈവത്തിൻ്റെ പ്രബോധനമാണ്, അപ്പോസ്തോലിക കമാൻഡാണ്. അവരിലൂടെയാണ് ദൈവത്തിൻ്റെ ആലോചന നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ഈ കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട സകല ദൈവമക്കളും, വിശുദ്ധിയിൽ തുടരുന്ന സകല ദൈവമക്കളും സ്വന്തം കാര്യം നോക്കണം. അവരാരും പരകാര്യം നോക്കി ദൈവം അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറിപ്പോകരുത്. വ്യാപാരം ചെയ്യണം. രാജത്വം പ്രാപിച്ച് മടങ്ങി വരാൻ ദൂരദേശത്തേക്ക് പോയ പുത്രൻ താമസം വിന മടങ്ങി വരുമെന്നുള്ളത് ദൈവവചനം നമുക്ക് ഉറപ്പ് നൽകുന്ന പ്രത്യാശയാണ് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് 3 കാര്യം തൽക്കാലത്തേക്ക് ഞാൻ അവിടെ നിർത്തുകയാണ്. 4-മത്തേത്, സ്വന്തം കാര്യം നോക്കുവാനും സ്വന്തം കൈകൊണ്ട് വേല ചെയ്യണം. സ്വന്തം കൈകൊണ്ട് വേല ചെയ്യണം. അവിടെ നമ്മൾ ഇപ്പോൾ വായിച്ച വാക്യത്തിനകത്ത് 2 തെസ്സലോനിയൻസ് 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ, അതിന്റെ 9-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്നുണ്ട്: നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് ഞങ്ങൾ അധ്വാനത്തോടും പ്രയാസത്തോടും കൂടെ രാപ്പകൽ വേല ചെയ്തു പോകുന്നത് അധികാരമില്ലാതിരുന്നിട്ടല്ല, അനുകരിക്കുവാൻ നിങ്ങൾക്ക് ഞങ്ങളെ മാതൃകയാക്കി തരേണ്ടതിനത്രേ. അതായത് അവർ സ്വന്തം കൈകൊണ്ട് വേല ചെയ്തു. പോളിന് അവരുടെ യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഒരു തൊഴിൽ അറിയാമായിരുന്നു. അത് ഈ കൂടാരപ്പണിയായിരുന്നു. അല്ലെങ്കിൽ അല്പം കൂടെയും വ്യക്തതയോടെ ആ കാര്യങ്ങളെ വിശദീകരിച്ചാൽ ഈ സ്കിന്നൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് ലെതർ കട്ടിംഗ് ഒക്കെ നടത്തുന്ന അത്ര കെയർഫുള്ളായി ചെയ്യേണ്ട ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ് കർത്താവിലേക്ക് വന്നത്. ആ മനുഷ്യനാണ് പിന്നീട് കർത്താവിൻ്റെ വേലയിൽ ശക്തമായിട്ട് പ്രയോജനപ്പെടുകയും ആവശ്യം വന്നപ്പോൾ ആ ജോലി ചെയ്ത് തൻ്റെ കാര്യങ്ങൾ നടത്തി, തൻ്റെ സഭയെ സഹായിച്ച് കൂടെയുള്ളവരുടെ കാര്യങ്ങളുമൊക്കെ നടത്തി. പോൾ പറയുക, അത് ചെയ്യാതെയും നിങ്ങളുടെ ഇടയിൽ ജീവിക്കാനായിട്ടുള്ള ആത്മീയ അധികാരം ദൈവം ഞങ്ങൾക്ക് നൽകിയിരുന്നു. പക്ഷേ നിങ്ങൾക്ക് മാതൃകയാകേണ്ടതിന് അങ്ങനെ ജീവിച്ചു എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നോക്കൂ, സ്വന്തം കൈകൊണ്ട് വേല ചെയ്യുക. എന്നിട്ടാണ് അവരോട് പറയുന്നത്: വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും അരുത് എന്ന് ഞങ്ങൾ നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ തന്നെ ആജ്ഞാപിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ ചിലർ ഒട്ടും വേല ചെയ്യാതെ പരകാര്യം നോക്കി ക്രമം കെട്ട് നടക്കുന്നു കേൾക്കുന്നു. ഇങ്ങനെയുള്ളവരോട് സാവധാനത്തോടെ വേല ചെയ്ത് അഹോവൃത്തി കഴിക്കണമെന്ന് കർത്താവായ യേശു ക്രിസ്തുവിൽ ഞങ്ങൾ ആജ്ഞാപിച്ച് പ്രബോധിപ്പിക്കുന്ന കൽപ്പനയാണ് കേട്ടോ. ഇമ്പരേറ്റീവാണ്, കമാൻഡാണ്, അപ്പോസ്റ്റോളിക് കമാൻഡാണ്. അതുകൊണ്ട് ഇത് ആർക്കും സജഷനായിട്ടോ ഓപ്ഷനായിട്ടോ എക്സ്ക്യൂസ് ആയിട്ടോ ഒന്നും പറയാനായിട്ട് പറ്റില്ല. വളരെ കൃത്യമായിട്ട് പറഞ്ഞേക്കുകയാണ്: സ്നേഹിക്കണം, മര്യാദയായി ക്വയറ്റായിട്ട് ജീവിക്കണം, സ്വന്തം കാര്യം നോക്കണം, സ്വന്തം കൈകൊണ്ട് വേല ചെയ്യണം. ക്ലിയർ ആയെന്ന് വിചാരിച്ചോട്ടെ. ഇനിയും അടുത്ത വാക്കുകൾ കണ്ടോ.
എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞ്? ഒന്നിനും മുട്ടില്ലാതെ ഇരിക്കുവാൻ വേണ്ടി. ഇപ്രകാരം ജീവിച്ചാൽ നിങ്ങൾക്ക് ഒന്നിനും മുട്ടുണ്ടാകുകയില്ല. ഒന്നിനും മുട്ടുണ്ടാകുകയില്ല. ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകും. നോക്കൂ, തിരുവെഴുത്ത് വെരി ക്ലിയർ ആയിട്ടാണ് പറയുന്നത്. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മറ്റ് വേല ചെയ്യാൻ ബൈബിൾ നമുക്ക് പെർമിഷൻ നൽകിയിരിക്കുകയാണ്. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മറ്റു കാര്യം ചെയ്യാൻ പെർമിഷൻ നൽകിയിരിക്കുകയാണ്. POC ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങൾ കണ്ടോ? ഒന്നിനും നിങ്ങൾക്ക് പരാശ്രയം വേണ്ടി വരില്ല. അതായത് എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കുന്നത്? മറ്റുള്ളവരെ, ലോകക്കാരെ നമ്മുടെ ഡെയിലി കാര്യങ്ങൾ നടത്താനായിട്ട് നമ്മളെ കൊണ്ട് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഴിയാതിരിക്കുമ്പോൾ പരാശ്രയം വേണ്ടി വരും. അത് ക്രിസ്ത്യൻ കോൺസെപ്റ്റിൽ നമ്മുടെ സാക്ഷ്യത്തിന് തടസ്സമാണ്. പരാശ്രയം വേണ്ടി വരും. ഇവിടെ ഈ ജോലി ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഇവിടുത്തെ ഒരു കോണ്ടസ്റ്റില്, അന്നത്തെ ഗ്രീക്ക് കോണ്ടസ്റ്റിൽ അടിമകൾ മാത്രമേ ലേബർ പണി ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. ആ നിലയിലുള്ള സാധാരണ ജോലി ചെയ്യുള്ളായിരുന്നു. എന്നാൽ വേറെ ആരും, സമൂഹത്തിലെ സെക്കൻഡ് ക്ലാസ് മുതലുള്ള ആരും തന്നെ ആ ഒരു നിലയിലേക്ക് അങ്ങനെയുള്ളൊരു ജോലി ചെയ്യുമായിരുന്നില്ല. അടിമകൾക്ക് വേണ്ടി മാത്രമുള്ള ജോലിയായിരുന്നത്. എന്നാൽ ക്രിസ്ത്യാനിയായിട്ട് ഒരുവൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ കൾച്ചർ വ്യത്യാസമായിരുന്നു. എല്ലാ ജോലിയും മാന്യമാണ്, അടിമയുടെ ജോലിയും എല്ലാ ജോലിയും മാന്യമാണ്. അതുകൊണ്ട് എല്ലാവരും വേല ചെയ്യുന്നത് അഭിമാനമായിട്ട് കാണണം. എന്തിനു കാണണം? വേല ചെയ്യാതെ പട്ടിണി ഇരിക്കുന്നതിനേക്കാൾ, പരാശ്രയം ചോദിക്കുന്നതിനേക്കാൾ നല്ലതാണ് വേല ചെയ്യുന്നത്. അത് അനേകർക്ക് മാതൃകയായിരിക്കും. ഇതിന്റെ രണ്ട് പർപ്പസാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇങ്ങനെ നമ്മൾ മര്യാദയായി നടന്ന് സ്വന്തം കാര്യം നോക്കി വേല ചെയ്താൽ പരാശ്രയം വേണ്ടി വരില്ല, അന്യനെ ആശ്രയിക്കേണ്ടി വരില്ല. രണ്ടാമത്തേത് POC ചെയ്ത് ആ ട്രാൻസ്ലേഷൻ, ഇപ്രകാരം ജീവിച്ചാൽ അന്യരുടെ മുന്നിൽ നിങ്ങൾ ബഹുമാന്യരാകും. അതായത് പുറത്തുള്ളവരുടെ മുന്നിൽ നിങ്ങൾ വളരെ മാന്യരാകും. പുറത്തുള്ളവരുടെ മുന്നിൽ മാന്യരാകും എന്ന് പറയുമ്പോൾ അവിടുത്തെ ഒരു പ്രധാന അർത്ഥം എന്നുള്ളത്, നമ്മൾ ഈ നിലയിൽ സമൂഹത്തിൽ എന്ത് പറയുന്നോ ആ പറയുന്നത് പോലെ ഒരു ക്ലെയിം മാത്രം വെക്കുന്നവരായിട്ടല്ല, വിശുദ്ധി പറയുന്ന നമ്മൾ വിശുദ്ധരായി ജീവിക്കുമ്പോൾ, സ്നേഹം പറയുന്ന നമ്മൾ സ്നേഹിക്കുമ്പോൾ, സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് കാണിക്കുമ്പോൾ, അലസരായി മെനക്കെട്ട് നടക്കാതിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ ഇടയിൽ നമ്മൾ ബഹുമാന്യരാകും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഡിഫറൻസ് മറ്റുള്ളവർക്ക് മനസ്സിലാകും. അത് ഗോസ്പൽ പറയുന്നതിന് ദൈവം ഒരുക്കുന്ന വഴികളായിട്ട് നമുക്കതിനെ കണ്ട്, എന്താണ് നിങ്ങൾ വ്യത്യസ്തരായിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ് സകലത്തിനും കാരണം എന്ന് പറഞ്ഞ് ഗോസ്പൽ ട്രൂത്ത് അവരോട് കൺവേ ചെയ്യാനായിട്ട് കഴിയും. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് നമ്മളോട് ഈ കാര്യം പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം ഈ നിലയിൽ വിശുദ്ധിയോടെ, അനുസരണത്തോടെ, അധ്വാനത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ്. ഇവിടെ നൽകിയേക്കുന്ന ഈ അപ്പോസ്റ്റോലിക് കമാൻഡ് എന്തൊക്കെയാണെന്നറിയാമോ? ഇത് നമുക്കും ഏറ്റെടുക്കാം. തെസ്സലോനിക്കർക്ക് മാത്രമല്ല, നമുക്കും ഏറ്റെടുക്കാം. എന്തൊക്കെയാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്? 1, വിശുദ്ധിയിൽ നടക്കുക എന്ന കൽപ്പന. 2, അന്യോന്യം സ്നേഹിക്കുക എന്ന കൽപ്പന. 3, സാക്ഷ്യമുള്ള ജീവിതം, മര്യാദയുള്ള ജീവിതം, സമൂഹത്തോടുള്ള കടപ്പാടുകൾ നിറവേറ്റിയുള്ള ജീവിതം നയിക്കുക എന്ന ആഹ്വാനം, എന്ന അപ്പോസ്തോലിക കൽപ്പന. ഇത് നമ്മുടെ ജീവിതത്തിലും പ്രാക്ടിക്കലാക്കാൻ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ സഹായത്തിനായിട്ട് ഇങ്ങനെ ജീവിക്കാൻ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. അങ്ങയുടെ ആത്മാവിനാൽ ഈ ഭൂമിയിൽ ദൈവവചനം ഡിമാൻഡ് ചെയ്യുന്നത് പോലെ തന്നെ ജീവിക്കാൻ കർത്താവ് ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ഈ തിരുവെഴുത്തൊക്കെ സാർവത്രിക സഭയ്ക്ക്, യൂണിവേഴ്സൽ ചർച്ചിന് ദൈവം എഴുതി നൽകിയിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ, ദൈവകൃപയാൽ ഈ നിലയിലുള്ളൊരു ജീവിതം നയിക്കേണ്ടതിന് വേണ്ടിയാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ അതിനായിട്ട് സഹായിക്കട്ടെ. ദൈവവചനം പറയുന്ന പോലെ തന്നെ ജീവിക്കാൻ കർത്താവ് നമ്മളോട് കരുണ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
അതിനായിട്ട് നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.